ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് 5ൻ്റെ മാത്സിൽ വരുന്ന 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ലാസ്റ്റ് നിങ്ങൾക്ക് തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ചാപ്റ്റർ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവരൊക്കെ പോയി കാണുക. ലിങ്ക് വേണ്ടവർ കമൻറ്റിൽ ലിങ്ക് എന്ന് മെസ്സേജ് ആക്കുക. നമ്മുടെ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം, ഈ 15 മീറ്റർ ഓഫ് ക്ലോത്ത് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 persons. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, ഇവിടെ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 15 മീറ്റർ ആണ് എന്താണ് ക്ലോത്ത്, 15 മീറ്റർ ഓഫ് ക്ലോത്ത് ആണ്. ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്കാണ്? 4 പേഴ്സൺ, 4 ആൾക്കാർക്കാണ് കൊടുത്തത്. ഈ രണ്ട് കാര്യം ഒന്നാണ് വെക്കുക. ഇനി നമ്മളടുത്ത് ചോദിച്ചത് ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് വൺ ഗെറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും എന്നാണ്. 15 മീറ്ററിനെ 4 ആൾക്കാർക്ക് കൊടുത്താൽ ഒരാൾക്ക് എത്ര കിട്ടും. എന്താണ് ഇവിടെ 15 മീറ്റർ ആണ് ക്ലോത്ത്. എന്താണ് 15 എന്നുള്ളത് മുകളിൽ എഴുതുക. എത്ര ആൾക്കാർക്കാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 ആൾക്കാർക്കാണ്. നമുക്ക് 15/4 ഫ്രാക്ഷൻ കിട്ടും. മാറിപ്പോവരുത്. എന്താണോ സാധനം, ക്ലോത്താണ്, അതാണ് മുകളിൽ എഴുതേണ്ടത്. ഇവിടെ 15 മീറ്റർ ക്ലോത്താണ്, 15 എന്നാണ് മുകളിൽ എഴുതേണ്ടത്. താഴെ എത്ര ആൾക്കാരാണ് എന്നാണ് താഴെ എഴുതേണ്ടത്. ഇവിടെ 4 ആൾക്കാരാണ്, 4 പേഴ്സൺ എന്നാണ് കൊടുക്കുന്നത്. സോ 4 എന്ന് താഴെ എഴുതുക. 15/4 നമുക്ക് മാറ്റി എഴുതാൻ അറിയാം ഇല്ലേ? 15/4. 15 എത്ര 4 ഉണ്ട്? 15 3 4 ആണുള്ളത്. 3 4 12. 15 12 കുറച്ചാൽ 3 എന്ന് കിട്ടും. ഇനി ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ കോഷ്യൻ്റ് ആയിട്ടുള്ള 3നെ ആദ്യം എടുത്ത് എഴുതുക. മുകളിലുള്ളതാണ് കോഷ്യൻ്റ്, നമ്മൾ പഠിച്ചതാണ്. താഴെയുള്ള റിമൈൻഡർ എടുത്ത് എഴുതുക 3 എന്നിട്ട് 4 എന്ന് എഴുതുക. 3/4 എന്നാണ് ഉത്തരം. ഓക്കെ, 15/4 ഈസിക്കൽ ടു 3/4. അങ്ങനെയാണ്. ഇതിങ്ങനെ 2 എഴുതിയാലും ഉത്തരം ശരിയാണ്. അടുത്തത്, ഇഫ് 250 rupees ഈസ് ഈക്വലി ഷെയർഡ് ബൈ 8 persons. 250 രൂപ 8 ആൾക്കാർക്ക് കൊടുത്തു. ഹൗ മച്ച് മണി വുഡ് ഈച്ച് വൺ ഗെറ്റ്? റൈറ്റ് ദിസ് ഇൻ റുപ്പീസ് ആൻഡ് പൈസ. ഇത് റുപ്പീസിലും പൈസയിലും ആക്കി എഴുതാനാണ് പറഞ്ഞത്. 250 രൂപയാണ് നമ്മൾ 8 ആൾക്കാർക്ക് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം 250നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. അതായത് 250 ഡിവൈഡഡ് ബൈ 8 എന്ന്. ആദ്യം 25-ൽ എത്ര 8 ഉണ്ട്? 25-ൽ 3 8 ആണുള്ളത്. 3 8 24 ആണ്. ഇനി 5-ന്ന് 4 പോയാൽ 1 ആണ്. 0 ഇറക്കി എഴുതുക. 10-ൽ 1 8 ആണുള്ളത്. 1 8 8. 10-ൽ നിന്ന് 8 കുറയ്ക്കുക, 2 എന്ന് കിട്ടും. ഇനി നമുക്കിത് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. മുകളിലുള്ള 31 ആണല്ലോ കോഷ്യൻ്റ് എന്ന് പറയുന്നത്. അതാദ്യം പുറത്തേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് നമ്മുടെ റിമൈൻഡർ 2 എഴുതുക. എന്നിട്ട് പിന്നെ /8 എന്ന് എഴുതുക. 2/8 എന്ന് കിട്ടി. ഫ്രാക്ഷന് 31 2/8 എന്നാണ്. ഈ 2/8നെ നമുക്ക് ഒന്നുകൂടി ചുരുക്കി എഴുതാം. അതായത് 2നെയും പകുതിയാക്കാം. 2ൻ്റെ പകുതി 1 ആണ്, 8ൻ്റെ പകുതി 4 ആണ്. സോ 1/4 എന്ന് എഴുതിയാലും 2/8 എഴുതിയെന്നാലും തുല്യ തന്നെയാണ്. സോ 31 റുപ്പീസാണ്, 31 റുപ്പീസാണ്. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 രൂപൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 25 പൈസയാണ്. ഈ 31 റുപ്പീസും 25 പൈസയാണ് ഇവിടെ ഉത്തരം. 25 പൈസ എന്ന് എഴുതാനുള്ള കാരണം 1 റുപ്പീസിനെ നമ്മൾ 4 ഭാഗമാക്കിയാൽ നമുക്ക്, അതായത് 25 പൈസ പ്ലസ് 25 പൈസ പ്ലസ് 25 പൈസ പ്ലസ് 25 പൈസ അല്ലേ 1 രൂപ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 25 പൈസ എന്ന് എഴുതാൻ കാരണം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 31 റുപ്പീസും 25 പൈസയുമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ബോക്സസ് ആർ റിക്വയർഡ് ടു പാക്ക് 100 eggs വിത്ത് 12 ഇൻ ഈച്ച് ബോക്സ്? 100 eggs ഉണ്ട്. നമുക്ക് ഓരോ ബോക്സിലും 12 എണ്ണമാണ് വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര ബോക്സാണ് വേണ്ടതെന്ന്? 100-ൽ എത്ര 12 ഉണ്ടെന്ന് നോക്കുക.
100-ൽ 8 12 ആണുള്ളത്. 8 12 96 ബാലൻസ് 4 വരും. സോ നമുക്ക് 8 ബോക്സസ് ആണ്, 12 എണ്ണം വെച്ചിട്ട് 8 ബോക്സസ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, 8 ബോക്സിലായിട്ടാണ് നമുക്ക് വെക്കാൻ പറ്റുക. നാലാമത്തെ ചോദ്യം, ഇഫ് 15 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 പേഴ്സൺസ്. എന്താണ്? 15 ലിറ്റർ മിൽക്ക് ഉണ്ട്, 4 പേഴ്സൺസിനാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് എത്ര കിട്ടും? 15/4 അല്ലേ? 15 മുകളിൽ എഴുതുക, /4 താഴെ എഴുതും. 15/4 ഇനി എത്രയാണെന്ന് നമുക്ക് ഡിവിഷൻ ഫോമിൽ കണ്ടുപിടിക്കാം. 15/4 എഴുതുക, 15 ഡിവൈഡഡ് ബൈ 4. 15-ൽ എത്ര 4 ഉണ്ട്? 3 4ആണുള്ളത്. 3 4 12 ആണ്. 15-ന്ന് 12 കുറച്ചാൽ നമുക്ക് 3 കിട്ടും. നമ്മുടെ 3 കോഷ്യൻ്റ് ആയിട്ടുള്ള 3 പുറത്തേക്ക് എടുത്ത് എഴുതുക. പിന്നെ റിമൈൻഡർ 3/4 എഴുതുക. സോ നമുക്ക് ഒരാൾക്ക് കിട്ടുക 3/4 ലിറ്റർ ഓഫ് മിൽക്കാണ്. 5/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4 ഓക്കെ. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്, എമംഗ് ഹൗ മെനി പേഴ്സൺസ് ക്യാൻ 15 ലിറ്റർ ഓഫ് മിൽക്ക് ബി ഷെയർഡ്? 15 ലിറ്റർ മിൽക്ക് എത്ര ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം? ഇഫ് ഈച്ച് ഈസ് ടു ഗെറ്റ് 4 ലിറ്റർ, ഒരാൾക്ക് 4 ലിറ്റർ കിട്ടണമെങ്കിൽ, അതായത് 15 ലിറ്റർ മിൽക്കാണുള്ളത്, ഓരോരുത്തർക്ക് നമ്മൾ 4 ലിറ്റർ വീതമാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർക്ക് കൊടുക്കാം എന്നാണ്? ഒരാൾക്ക് 4 ലിറ്റർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർക്ക് കൊടുക്കാം? 15-ൽ എത്ര 4 ഉണ്ട്? 3 4 അല്ലേ ഉള്ളത്? 3 4 12 ആണ്. സോ നമുക്ക് 3 ആൾക്കാർക്ക് 4 ലിറ്റർ വീതം കൊടുക്കാൻ പറ്റും. 3 ലിറ്റർ ബാലൻസ് ഉണ്ടാവും. സോ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.